സ്വാതന്ത്ര്യത്തെയും തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ്. തൻ്റെ താല്പര്യങ്ങളെ, തൻ്റെ ആഗ്രഹങ്ങളെ നിറവേറ്റുന്നതിന് വേണ്ടി തൻ്റെ പൂർണ്ണമായ കഴിവുകളെയും അധ്വാനത്തെയും പൂർണ്ണമാവിധം ഉപയോഗിക്കാൻ മനുഷ്യനെന്നും സജ്ജമാണ്. എന്നാൽ ഒരു സാമൂഹ്യ ജീവിയാകുക എന്നുള്ളതാണ് മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യാസപ്പെടുത്തുന്നത്. ഒരു സാമൂഹ്യ ജീവി ആയതുകൊണ്ട് തന്നെ കനേഡിയൻ ഫിലോസഫിസ്റ്റ് ജോർദാൻ പീറ്റേഴ്സൺ പറഞ്ഞു വെക്കുന്നത് പോലെ സാമൂഹ്യ ഘടനയെ മാറ്റാത്ത വിധം, മറ്റുള്ളവരുടെ അവകാശങ്ങളെ ഹനിക്കാത്ത വിധം സ്വന്തം താല്പര്യങ്ങളെ നിറവേറ്റുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ബാധ്യതയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ മാനിച്ചുകൊണ്ട് 1800കളിൽ സഹിഷ്ണുതക്കും സമാധാനത്തിനും വേണ്ടി ജോൺ ലുക്ക് എന്ന് പറയുന്ന ആളിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ആശയമാണ് യഥാർത്ഥത്തിൽ ലിബറലിസം എന്ന് പറയുന്നത്. ഇത്രമേൽ ഉചിതമായ ഉത്തമമായ ആശയമായതുകൊണ്ട് തന്നെ സ്പെയിനിലും ഫ്രാൻസിലും ബ്രിട്ടനുമെല്ലാം 50 വർഷത്തിനുള്ളിൽ 1850 തന്നെ പടർന്നു പിടിക്കുകയാണ്. എന്നാൽ പിന്നീട് അങ്ങോട്ട് ചില തീവ്ര താല്പര്യങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ലിബറലിസത്തിൻ്റെ മൊത്തം ആശയം തന്നെ മാറിമറിയുകയാണ്. അതായത് ഇന്ന് ജോണിൻ്റെ പിൻഗാമികളെ നിയോ ലിബറലിസ്റ്റുകൾ ശത്രുക്കളായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ജോർദാൻ പീറ്റേഴ്സണിനെ പോലത്തെ സഹിഷ്ണുതയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകളെ ഇന്ന് തീവ്ര വലതുപക്ഷ കക്ഷികളുടെ ആളുകളായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഇനിയൊന്ന് പരതി വായിച്ചാൽ യഥാർത്ഥത്തിൽ എന്താണ് പുതിയ ലിബറലിസം? ലോകം രണ്ടായി നിർവചിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ ലോകം പറയുന്നു സമൂഹത്തിൽ അധർമ്മവും അരാജകത്വവും അസഹിഷ്ണുതയും വാർത്തെടുക്കുന്ന ഒരു ആശയമാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ലിബറലിസം. വിശാലമാക്കി പറഞ്ഞാൽ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി പൊതുഘടനയെ തന്നെ മാറ്റുന്ന ഒരു ആശയമാണ് ലിബറലിസം എന്നുള്ളത്. എന്നാൽ വിഷമകരമെന്ന് പറയട്ടെ, ഇന്ന് ലോകത്തിൻ്റെ ഓരോ മുക്കുമൂലകളിലും ഇത് പച്ച പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനധികം പറയണം, കേരളത്തിലെ ബാലുശ്ശേരി എന്ന് പറയുന്ന ബാലുശ്ശേരിയിലെ ഒരു സ്ഥാപനത്തിൽ ആണിനും പെണ്ണിനും ഒരുപോലെ വസ്ത്രധാരണ കൊണ്ടുവരികയാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്നതിൻ്റെ പേരിൽ. യഥാർത്ഥത്തിൽ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നുള്ളത് ഒരു വസ്ത്രധാരണയിലോ ശുചിമുറിയിലോ മറിച്ച് ചുംബന സമരത്തിലോ ഉതകുന്നതല്ല. അതൊരു വലിയ ആശയമാണ്, അരാജകത്വത്തെ വാർത്തെടുക്കുന്ന ആശയമാണ് യഥാർത്ഥത്തിൽ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത്. അതായതുകൊണ്ട് തന്നെ നിരവധി ആളുകളുടെ അവകാശമാണ് തച്ചുടക്കുന്നത്. നമുക്കറിയാം, അമേരിക്കയിലെ ജീനോ എന്ന് പറയുന്ന സ്വയം പ്രഖ്യാപിത സ്ത്രീ ദ വുമൺ ഓഫ് ദി ഇയർ എന്ന അവാർഡ് വാങ്ങുമ്പോൾ നിരവധി സ്ത്രീകളുടെ അവകാശങ്ങളെയാണ് അത് തച്ചുടച്ചിരിക്കുന്നത്. ഈ വിഷവിത്തിൻ്റെ, ഈ വികൃതമായ ആശയത്തിൻ്റെ ഒരു വിഷവിത്തു മാത്രമാണ് കൊച്ചിയിലെ മഹാരാജാസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ സർക്കാർ അനുമതിയോടുകൂടി നടന്ന ജെൻഡർ സൗഹൃദ ശുചിമുറി എന്നുള്ളത്. എന്നാൽ നാം അറിയേണ്ടത് ഇതിൻ്റെ ജന്മദേശമായ നിയോ ലിബറലിസത്തിൻ്റെ ജന്മദേശമായ ഫ്രാൻസും ബ്രിട്ടനുമെല്ലാം ഇന്ന് മറിച്ച് ചിന്തിക്കുകയാണ്. അന്ന് നന്മയെന്ന് കരുതി അരാജകത്വത്തെ അഴിച്ചുവിട്ടപ്പോൾ ഇന്നത് അക്രമങ്ങളായി തിരിച്ചടിക്കുന്നത് മനസ്സിലാക്കി അവരിന്ന് തിരിഞ്ഞു നടക്കുകയാണ്. ഈ തിരിഞ്ഞു നടത്തം നമുക്ക് മാതൃകയാണ്. പുരോഗമനമെന്ന് പറഞ്ഞ് ലിബറലിസത്തെ പൂജിച്ചു വെച്ചാൽ തീർച്ച ലോകം കേരളമെന്നല്ല, ഒരു സ്ത്രീയുടെ അവകാശമെന്നല്ല, ലോകത്ത് പൊതുജനത്തിൻ്റെ അവകാശമാണ് ചോദ്യം ചെയ്യപ്പെടുക. അതുകൊണ്ട് വ്യക്തി താല്പര്യങ്ങൾ നിറവേറ്റേണ്ടതാണ്. അത് നിറവേറ്റേണ്ടത് മറ്റുള്ളവരുടെ അവകാശങ്ങളെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം. അഥവാ ജനാധിപത്യത്തെ നിലവിൽ കൊണ്ടുവരിക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. അതിനുവേണ്ടിയാകട്ടെ നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.